ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ കുളിയും കഴിഞ്ഞ് തുണിയെല്ലാം അലക്കി വിരിച്ചിട്ടു. ഒരു താഴത്തെ ഏണിയെല്ലാം എടുത്തുകൊണ്ട് വന്നു. ഇന്ന് ചക്കവറിയാണ് ഇന്നത്തെ ദിവസത്തെ പരിപാടി. പിന്നെ ഒരു വിധത്തിൽ വലിഞ്ഞ് കയറി ചക്കയൊക്കെ ഇട്ടു. പിന്നെ താഴത്തെ ഏണി കൊടുക്കാൻ പോയി. ആ സമയത്ത് ഞാൻ പിന്നെ ഒരു ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുറിക്കാൻ നോക്കിയിട്ട് ചക്ക എന്ത് ചെയ്താൽ മുറിയുന്നില്ല. അതിന് ചേട്ടായി വന്ന് മുറിച്ച് തന്നു. പിന്നെ അടത്തിയും തന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടായി താഴെ ഒരു പകുതി മുറി കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ പിന്നെ ബാക്കി ഇരുന്ന മുറി എടുത്ത് അവിടെ കൊണ്ട് വെച്ചു. ചേട്ടായി പിന്നെ എനിക്ക് അടത്തി തന്നേ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുക്കലാട്ടോ. ഞാൻ ചക്ക കുരു കളഞ്ഞ് ആദ്യം മാറ്റി വെച്ചു. ശേഷം ലാസ്റ്റാണ് അരിയുന്നത്. കാരണം നല്ല പാടായിരുന്നു അരിയാൻ. പിന്നെ 3-4 എണ്ണമൊക്കെ വെച്ച് കൂട്ടി വെച്ച് അരിഞ്ഞ് ഒരു വിധത്തിൽ തീർത്തു. അതിനുശേഷം ചേട്ടായി കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറിന് ശേഷം സാധനമെല്ലാം ആയിട്ട് വന്നു. പിന്നെ ചക്കയ്ക്കുള്ള പരിപാടി തുടങ്ങി. അരപ്പ് ചേർത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പോട്ടെ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എല്ലാം ഇട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചു. അതിനുശേഷം എല്ലാണ് കറി വെക്കുന്നത്. എല്ലിന് കഴുകി മസാലയൊക്കെ ചേർത്ത് തന്നു. ഞാൻ പിന്നെ അരപ്പെല്ലാം ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേന് ചക്ക വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടായി അത് കുഴച്ച് തന്നു കേട്ടോ. സമയത്ത് ഒരു 12 മണിയായിരുന്നു. നന്നായിട്ട് വിശന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു പപ്സ് കഴിച്ചു. ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു. ശേഷം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാം റെഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുഞ്ഞിനും ചേട്ടായും കൂടെ കഴിക്കാനിരുന്നു. കുഞ്ഞിനും തിന്നുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.
ഞാൻ പിന്നെ ആ പ്ലാവിൽ ചക്ക ആയപ്പോൾ തന്നെ ഞാൻ നോട്ടം ഇട്ടിരുന്നതാണ് മൂത്ത് വരുമ്പോഴത്തേനും പറിക്കാൻ. ഞാൻ ഇടയ്ക്ക് പോയി നോക്കുമായിരുന്നു കേട്ടോ, ഇത് മൂത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഏകദേശം ആയ സമയത്ത് പിന്നെ ഞാൻ ചേട്ടയോട് പറഞ്ഞു ഈ ആഴ്ച ചക്ക വേവിക്കാമെന്ന്. ചേട്ടയെ കപ്പ മേടിക്കാൻ വേണ്ടി ഇരുന്നതാണേ. എന്നും കപ്പയായാലും മടുപ്പാണ്. അതുകൊണ്ട് പിന്നെ ഈ ആഴ്ച ചക്ക വേവിക്കുന്നത് ആദ്യത്തെ ചക്ക വെയിലാട്ടോ ഈ വർഷത്തെ. അതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു, എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ വേവിച്ച് വന്നപ്പോഴത്തേനും ഒരു അരക്കലം പോലെ ചക്ക ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലോട്ടും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളവും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.